friends, welcome back to my YouTube channel. ഞാൻ ഇന്ന് ശരിക്കും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പൊതുവെ കുക്കിംഗ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനലിൽ വലിയ റീച്ച് ഇല്ലാത്തൊരു സംഭവമാണ്. പക്ഷേ ഇതൊരു സ്പെഷ്യൽ സംഭവമാണ്. സ്പെഷ്യൽ ഒരു ചിക്കൻ്റെ റെസിപ്പി. അപ്പോൾ ഇളനീർ ചിക്കൻ ഉണ്ടാക്കുന്ന റെസിപ്പി ആണോ എന്ന് കറക്റ്റായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. കാര്യം എന്താണെന്നറിയോ, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ കഴിച്ചു ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. അപ്പോൾ ഞാൻ അന്നേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ വന്നിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ. ഇളനീർ ചിക്കൻ എന്ന് പറയും. ഒരുപാട് പേര് കഴിച്ചിട്ടുണ്ടാകും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു ട്രഡീഷണൽ ടേസ്റ്റ്, ഒരു നല്ല നാടൻ ചിക്കൻ കറിയുടെ ഒക്കെ ഒരു ടേസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്റ്റൂവിൻ്റെ ഒക്കെ പോലെ തന്നെ വലിയ രീതിയിൽ ഓവർ ഫ്ലേവേർഡൊന്നും ആഡ് ചെയ്യുന്നില്ല. അങ്ങനത്തെ ഒരു പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കനാണ്. എന്നാലും ഭയങ്കര ടേസ്റ്റ്. എപ്പോഴും ചിക്കൻ വാങ്ങുമ്പോഴല്ലേ നമ്മുടെ ഒരു നാടൻ രീതിയിലുള്ള ചിക്കൻ കറിയാണ് ഉണ്ടാക്കാറ്. മോസ്റ്റ്ലി എനിക്ക് നാടൻ ചിക്കൻ കറി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇതും ഒരു അടിപൊളി. ഇത് കഴിച്ചതിന് ശേഷം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ചപ്പാത്തിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ ഒരേപോലെ കോമ്പിനേഷൻ കിട്ടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിനുവേണ്ടി ഇളനീരൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് വന്നപ്പോൾ തന്നെ അത് ഫ്ലോപ്പായി. ഇളനീര്, അതിൻ്റെ വെള്ളം, അതിൻ്റെ ആ ഒരു കാമ്പുണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഇളനീരിൻ്റെ ഉള്ളിൽ ആ ഒരു കായ് ഉണ്ടായിട്ടുണ്ടായില്ല. വാട്ട് എവർ, അതിന് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഞാൻ കുറച്ച് തേങ്ങയും ബദാമും ഒക്കെ എടുത്ത് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കാൻ, ഞാൻ കുറേ ഇൻട്രോ പറഞ്ഞിട്ട് ടൈം വേസ്റ്റ് ആക്കുന്നില്ല. എന്തെങ്കിലും ചെയ്യും പെട്ടെന്ന് എന്ത് ചെയ്യുന്ന സമയം ഞാൻ വിചാരിച്ചു കുളിക്കാൻ മുമ്പ് ചെയ്ത് വെച്ചിട്ട് കുളിച്ചിട്ട് വന്ന് കഴിക്കാമെന്ന് വെച്ചു. അപ്പം കുളിച്ചിട്ടൊന്നുമില്ല, അതേ ലുക്കിൽ വന്നിട്ടാണ് വെച്ചാൽ നല്ല ഊള ലുക്കിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഏതായാലും ഇത് റെഡിയാക്കാം. നമ്മൾ ഇപ്പോൾ ഉമ്മക്ക് ട്രീറ്റ്മെൻറ്റ് വന്നതിന് ശേഷം ഒരു ഈ ഓയിൽ യൂസൊക്കെ വളരെ ലേറ്റായിട്ട് ആക്കിയിട്ടുണ്ട്. പിന്നെ അതേപോലെ ഒലീവ് ഓയിൽ, അതേപോലെ മസ്റ്റാർഡ് ഓയിൽ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അതും വളരെ കുറച്ചാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒലീവ് ഓയിൽ യൂസ് ചെയ്യും. ഈ ചിക്കൻ പിന്നെ ഉമ്മക്കും എല്ലാവർക്കും കൊടുക്കാനും പറ്റും. കുട്ടികൾക്കൊക്കെ അടിപൊളിയാണ്. കാര്യം അധികം സ്പൈസി അല്ല. ഇതിലേക്ക് ശരിക്കും വേണ്ടത് എന്താണെന്നറിയോ, കുഞ്ഞുള്ളിയാണ്. ഇപ്പം ഇവിടെ അധികം കുഞ്ഞുള്ളി ഇല്ല, അതുകൊണ്ട് കുഞ്ഞുള്ളി കുറച്ചെടുത്തിട്ട് ഒരു മറ്റേ നോർമൽ സവാള കൂടി അതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം വഴറ്റിട്ട് അത്യാവശ്യം ശരിക്കും വഴറ്റുന്നത്. ഇത് വലിയ പാത്രം എടുത്ത് എന്താണെന്നറിയാം, ഞാൻ കാണിച്ചു തരാം. കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ട് ചിക്കൻ. ഓക്കെ, ഇതൊന്ന് വഴറ്റി കൊടുക്കാം. റെഡിയാവുന്ന വരെ നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ കുറേ നാളായിട്ടൊന്നും വീഡിയോ ചെയ്യുന്നില്ല. വീഡിയോ ചെയ്യാനുള്ള ഒരു ഫ്ലോ കിട്ടുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചപ്പോൾ ഇന്ന് കുറേ നാൾ കൂടി ചെയ്തതാണ്. ഇന്നലെ എന്തോ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ ചെയ്യാൻ, എന്നിട്ട് അതും കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായില്ല. പക്ഷെ എടുത്തു വെച്ച് ഒരുപാട് വീഡിയോസ് ഉണ്ട് ഇതിൻ്റെ കൂടെ. ശരിക്കും പറഞ്ഞല്ലേ, നമ്മൾ തമിഴ്നാട് കുക്കിംഗ് രീതിയിലൊക്കെ അവർ കൂടുതൽ കുഞ്ഞുള്ളി വെച്ചാണ് എല്ലാ കറികളും ഉണ്ടാക്കുന്നത്. അതെനിക്ക് അവിടുത്തെ ആ ഒരു കറികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കുഞ്ഞുള്ളി കഴിക്കുന്നത് നല്ല ടേസ്റ്റ് അല്ലേ. അവർ കറിക്ക് എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. ഞങ്ങളുടെ ഹോസ്റ്റലിലാണെങ്കിൽ കുറേ ഈ കുക്കിംഗ് ഹെൽപ്പ് ചെയ്യുന്ന കുറേ പാട്ടിമാരുണ്ട്, എന്ന് വെച്ചാൽ അമ്മൂമ്മമാരുണ്ട്. അവര് എപ്പോഴും നമ്മൾ രാവിലെ എണീറ്റ കാണുന്ന ഒരു സീൻ ഈ കുഞ്ഞ് സവാള റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അവരുടെ ഒരു സംഭവം ഉണ്ട്. ഇങ്ങനെ അവർ കാലില് ഇങ്ങനെ വെച്ചിട്ട് ഒരു കത്തി പോലെ ഉണ്ട്, അത് വെച്ചിട്ട് എല്ലാം റെഡിയാക്കും. അത് എന്തോരം ഫുഡാണെന്ന് അറിയാം ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇപ്പൊ നോക്കും, ഇത് ബ്രൗൺ ആയിട്ടില്ല കുറച്ച്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ജിഞ്ചർ, ഗാർലിക്, പിന്നെ അതേപോലെ മുളക്, ഇത് മൂന്നും കൂട്ടിയുള്ളത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം എരിവുള്ള മുളകാണെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ 2 മാത്രമേ എടുത്തിട്ടുള്ളൂ. ആക്ച്വലി ഇളനീർ ചിക്കൻ്റെ റെസിപ്പി നോക്കിയപ്പോൾ ഞാൻ കണ്ടത് ഈ ജിഞ്ചർ, ഗാർലിക് ഒക്കെ ആഡ് ചെയ്തതിന് ശേഷം മസാലാസ് ആഡ് ചെയ്യണം, പൊടികൾ. അത് കഴിഞ്ഞിട്ടാണ് തക്കാളി ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഇതേപോലെ 2 ദിവസം മുമ്പ് വേറെ എന്താ ഉണ്ടാക്കിയപ്പോൾ അങ്ങനെ ചെയ്ത് നല്ല ഫ്ലോപ്പ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നമുക്ക് തക്കാളി അതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ എന്താണെന്നറിയോ, ഇതിൽ പിടിച്ചിട്ട് കരിഞ്ഞു പോയി കണ്ടോ.
കുറച്ച് തക്കാളി ആഡ് ചെയ്തിട്ട് കുറച്ച് ഹൈ ഫ്ലെയിം വെച്ചിട്ട് വഴറ്റി കൊടുക്കാം. വീട്ടില് ഫ്രീ ആയിട്ടിരിക്കുന്ന ദിവസമല്ല, മോസ്റ്റ്ലി ഞാൻ എങ്ങനെയാന്ന് വെച്ചാൽ ഈ കിച്ചൺ വർക്കൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കുളിക്കാറ്. എന്താണെന്ന് വെച്ചാൽ രാവിലെ ജസ്റ്റ് ഒന്ന് എണീറ്റ പാടെ ജസ്റ്റ് ഒന്ന് മേല് കഴുകിയിട്ട് വരും, എന്നിട്ട് കിച്ചണിൽ കയറി ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ശരിക്കുള്ള കുളി. എന്താണെന്ന് വെച്ചാൽ ഞാൻ കിച്ചണിൽ കയറി കഴിഞ്ഞാൽ നല്ലോണം പെട്ടെന്ന് ഒരു ഇതാവും, പെട്ടെന്ന് എന്താ അലമ്പം. സ്മെല്ല്. പക്ഷെ ഇത് സ്റ്റൂ ഉണ്ടാക്കുന്ന അയ്യോ ഒരു സംഭവം മറന്നു. ഇതിലെങ്കില് ഈ ഫ്ലേവേഴ്സ് ആയിട്ട് നമ്മള് ഗ്രാമ്പൂ അതേപോലെ പട്ട ഏലക്ക ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ഇപ്പൊ ഇടാം കേട്ടോ. അത് നമ്മള് എണ്ണ ചൂടെ വരുമ്പോ ഇട്ട് കൊടുക്കേണ്ടതാണ്, അത് മറന്നു. പട്ട ഇട്ട് കൊടുക്കുന്നില്ല, അത് ആദ്യം ചെയ്യേണ്ടതായിരുന്നു ആ ഫ്ലേവറിന്, എന്നാലും കുഴപ്പമില്ല. പട്ട ഗ്രാമ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഏലക്കായ എനിക്ക് ഏലക്കായ ചാഴ്ച കഴിഞ്ഞാൽ ടേസ്റ്റ് തന്നെ പോകുന്ന പോലെ ഫീൽ ചെയ്യും. അപ്പോൾ 4 മാത്രം ആഡ് ചെയ്ത് കൊടുക്കും. ഇതിനാ ഒരു പച്ച മണം മാറിക്കഴിഞ്ഞാലാണ് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കുന്നത്. പൊടികൾ ആകെ യൂസ് ചെയ്യുന്നത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. ഓക്കെ, അത് ഇട്ട് കൊടുക്കാം. ഇതിന്റെ പ്രത്യേകത, നമ്മളെ എപ്പോഴും ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഒന്നുകിൽ നാടൻ മസാല ആഡ് ചെയ്യും, അല്ലെങ്കിൽ ചിക്കൻ മസാല കറി പൗഡർ ആഡ് ചെയ്യും. ഇതല്ല, ഇങ്ങനെ ജസ്റ്റ് മുളക്, മഞ്ഞൾ അധികം വേണം കേട്ടോ. ഞാൻ ഇതിൽ സ്പൂണൊന്നുമില്ല, അതുകൊണ്ട് ഇതിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾ കാര്യം ഇതില് മഞ്ഞൾ കളറാണ് നമുക്ക് ഹൈലൈറ്റ് ചെയ്യുന്നത്. കുറച്ച് വളരെ കുറച്ച് മുളക് പൊടി, ചെറുതായിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി മെയിനാണ്. മല്ലിപ്പൊടി കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, മല്ലിപ്പൊടി ചിക്കൻ കറി നല്ല ടേസ്റ്റ്. ഓക്കെ, ചിക്കൻ അപ്പൊ ഒന്ന് കട്ട് ചെയ്യാം. ചിക്കൻ ഏറ്റവും നല്ലത് ചെറിയ 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 പീസ്. അപ്പോൾ നല്ല ഈ ഒരു മസാലാസ് ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ പോയി പിടിക്കും. ഓക്കെ, അപ്പം അത് വെച്ച് ശരിക്കൊന്ന് അരക്കിപ്പോ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന ഇളനീരിന്റെ വെള്ളം ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ബാക്കിയാക്കിയിട്ട്. ഓക്കെ, എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യും. ഇതിലേക്ക് അത്യാവശ്യം നല്ലോണം വെള്ളം വരും. ഇളനീര് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ ലൈറ്റ് മധുരം ഫീൽ ചെയ്യും. എന്ത് കണ്ടുപിടിക്കുന്നില്ല, ഇളനീര് ചിക്കൻ ഉണ്ടാക്കണം. ഏതാണ്ട് ഈ കളറൊക്കെ തന്നെയാണ്. ഓക്കെ, ഇനി കുറച്ച് അടച്ചു വെച്ച് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൊടുക്കാം. കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇളനീർ ചിക്കൻ മാറിയത് ഇളനീർ ചിക്കൻ പക്ഷേ കളർ ഇടാം. ഇതിലേക്ക് അരപ്പൊക്കെ ആഡ് ചെയ്യുമ്പോൾ കളർ കുറച്ച് ലേറ്റ് കളറാണ്. ഏതാണ്ട് ഈ കളറൊക്കെ തന്നെയാണ്. ടേസ്റ്റ് കളറില്ലേ കിട്ടുന്നല്ലേ, ടേസ്റ്റ് ആയപ്പോലെ. ഓക്കെ, അത് കഴിഞ്ഞു. അപ്പോൾ ഒരു 5 മിനിറ്റ് നമ്മൾ ഇങ്ങനെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് ഇതിനെ ഒന്ന് ശരിക്ക് വേവിച്ചെടുക്കാം. ലാസ്റ്റാണ് അരപ്പ് ആഡ് ചെയ്യുന്നത്. ഞാൻ അരയ്ക്കാൻ വേണ്ടി കുറച്ച് ബദാമും അതേപോലെ തേങ്ങ ചെറുകിയതുമായിരുന്നു എടുത്തത്. ഇത് രണ്ടും കൂടി നല്ലോണം അരച്ച് വെച്ച് നമുക്ക് ഈ ബാക്കി വന്നാൽ ഈ ഇളനീരും കൂടി ഒഴിച്ചു കൊടുക്കാം. അല്ലേ, ലാസ്റ്റ് അരപ്പ് ആഡ് ചെയ്യാം.
ഓക്കെ. അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ഓക്കേ, അത് കഴിഞ്ഞ് വരുമ്പത്തേക്ക് ഭയങ്കര ഓക്കെ. അപ്പൊ ഏതാണ്ട് ഇളനീർ ചിക്കനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. മറ്റേ ഇതിന്റെ അരപ്പ് ആഡ് ചെയ്യുമ്പോൾ ക്യാമറ ഓൺ ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ അതെ, ഏതാണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും ഇത് ഇളനീർ ചിക്കൻ ആണെന്ന് കാണുന്നവർ ചിലപ്പോൾ വിചാരിക്കില്ല. അല്ല, ഇത് ഇളനീർ ചിക്കൻ്റെ റെസിപ്പി അറിയുന്നവർക്ക് ചിലപ്പോൾ വിചാരിക്കും ഇതെല്ലാം. എനിക്ക് ഏതാണ്ട് അത് ഒക്കെ പോലെ തോന്നി. ലാസ്റ്റ് വന്നപ്പോ ഇളനീർ ചിക്കൻ അല്ലാത്ത പോലെ തോന്നി തുടങ്ങി. അപ്പൊ എന്നാലും ഈ ചിക്കനും അടിപൊളിയാ. ഓക്കെ, അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കാം. എന്നാലും ഞാൻ പോയി കുളിച്ചിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം. അപ്പൊ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.